ഈ രാത്രിയിലും നമുക്കൊന്നിച്ചിങ്ങനെ കൂടുവാൻ ദൈവം കൃപ നൽകി. പകല് ദൈവകൃപയിൽ ശരണപ്പെട്ട അല്പസമയങ്ങൾ തിരുവചനം ധ്യാനിപ്പാൻ ദൈവം നമുക്ക് സാവകാശം നൽകി. ഈ രാത്രിയിലും തുടർന്ന് അല്പസമയങ്ങൾ ദൈവത്തിന്റെ വചനം ധ്യാനിപ്പാൻ വീണ്ടും ദൈവം കൃപ ചൊരികട്ടെ. ദൈവത്തിന്റെ വലിയ കൃപ പകർന്നിരിക്കുന്നത് കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇതുവരെ ഞാനായിരിക്കുന്നത്. ഇനിയും മുൻപോട്ട് ഒരു സ്റ്റെപ്പ് വെക്കണമെങ്കിൽ ദൈവമക്കളുടെ പ്രാർത്ഥന അത്യാവശ്യമാണ്. ഓർക്കുന്ന സന്ദർഭത്തിൽ എളിയവനെ ഓർത്ത്, ശുശ്രൂഷകൾ ഓർത്ത്, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ എല്ലാവരുടെ മേലും പകരട്ടെ. ഈ ദിവസങ്ങളിൽ ഉപവസിച്ച് പ്രാർത്ഥിപ്പാൻ ദൈവം എനിക്കും കൃപ നൽകുന്നു. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന തിരുവല്ലായിലെ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ ചില ദിവസങ്ങൾ പൂർണ്ണമായിട്ട് ഉപവസിപ്പാൻ ദൈവം കൃപ നൽകി. മുഴുവൻ ദിവസവും പൂർണ്ണമായിട്ടിരിക്കണമെന്ന് ചിന്തിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായി. പ്രഷറും ഒക്കെ ബുദ്ധിമുട്ടായിട്ട് വന്നു. പൾസ് ഒക്കെ ഒത്തിരി താന്നു. അപ്പം അതുകൊണ്ട് പിന്നെ ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് പകലും ദൈവം ഇതുവരെ ബലപ്പെടുത്തി. വീണ്ടും വീണ്ടും ദൈവമക്കളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവെഴുത്ത് വളരെ പരിചിതമായ വാക്യമാണ്. അതിലെ പ്രധാനപ്പെട്ട ആ വാക്യം അബ്രാമിനോട് ദൈവം പറയുകയാണ്, ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. നമ്മൾ അശക്തരാ, പക്ഷേ നാം സേവിക്കുന്ന ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. ഞാനും നിങ്ങളും അപ്രാപ്തരാ, പക്ഷേ നാം സേവിക്കുന്ന, നമ്മെ രക്ഷിച്ച ദൈവം പ്രാപ്തിയുള്ള ദൈവമാണ്. ഇന്ന് രാത്രി ആ സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഏക ദൈവം, നിത്യദൈവം, സത്യദൈവം, ജീവനുള്ള ദൈവം കർത്താവാകുന്ന യേശു ക്രിസ്തു. സ്തോത്രം. നാം പുതിയ നിയമത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. ഈ ആയുസ്സിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം മഹാദൈവവും രക്ഷിതാവുമാകുന്ന ക്രിസ്തുവിനെ അറിയുവാൻ, ആരാധിപ്പാൻ, സേവിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം. അബ്രഹാമിനെ ദൈവം വിളിച്ചു. ആ ദൈവത്തിന്റെ പ്രത്യേകതയാണ്, നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിച്ചു, തേജോമയനായ ദൈവം ഇറങ്ങി. പ്രാരംഭ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഈ യാത്രയുടെ നേതൃത്വം തേരക് വഹിച്ചു. എന്നാൽ തേരക് ഹാരാന് വെച്ച് മരിച്ചു. വീണ്ടും ദൈവം അബ്രഹാമിനോട് ഇടപെട്ടു, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവന. അബ്രഹാം 2 കാര്യം വിട്ടു, ഒരു കാര്യം വിട്ടില്ല. അതാണ് ചാർച്ചക്കാരുടെ പ്രതിനിധി എന്ന വണ്ണം ലോത്ത് കൂടെ പോകും. എന്തായാലും അങ്ങനെ യാത്ര ചെയ്ത് അബ്രഹാമും ഈ പ്രിയപ്പെട്ടവരും മുൻപോട്ട് പോകുകയാണ്. നമുക്കറിയാം, അങ്ങനെ മുൻപോട്ട് പോകുന്ന സന്ദർഭത്തിൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, അബ്രഹാമിന്റെ ജീവിതത്തിൽ വന്ന ഒരു ചെറിയ അപാകതയാണ്, ക്ഷാമം വന്നപ്പോൾ അബ്രഹാം നേരെ മിസ്രൈമിലേക്ക് പോയി. ആ 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിച്ചേ. ദേശത്ത് ക്ഷാമമുണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നത് കൊണ്ട് അബ്രഹാം മിസ്രയീമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. ഇത് അബ്രഹാമിന്റെ ജീവിതത്തിന്റെ ഒരു ബലഹീനതയായിട്ട് കാണാം, തെറ്റില്ല. ദേശത്ത് ക്ഷേമം വന്നപ്പോൾ വിളി കേട്ട് തേജോമയനായ ദൈവത്തെ കണ്ട വ്യക്തി നേരെ മിസ്രയീമിൽ പോയി. അധികം വിവരിക്കുന്നില്ല. ആ മിസ്രയീമിലെ
ജീവിതം പോക്ക് തൻ്റെ ജീവിതത്തിൽ പരാജയമായി. ആ മിസ്രൈമിലെ യാത്രയിലും പോക്കിലുമാണ് ഹാഗാറിനെ ലഭിച്ചത്. അങ്ങനെ അവര് മിസ്രൈമിൽ നിന്ന് തിരിച്ച് മടങ്ങി വന്നു, തെക്കേ ദേശത്ത് വന്നു. ആ 13-ാം അധ്യായത്തിന്റെ 1 വായി. അവനുള്ളതൊക്കെ അവനോട് കൂടെ ലോത്തും തെക്കേ ദേശത്ത് വന്നു. കന്നുകാലി വെള്ളി പൊന്ന് ഈ വകയിൽ അബ്രാം ബഹുസമ്പന്നൻ. കന്നുകാലി വെള്ളി പൊന്ന് എന്നീ വകയിൽ അബ്രാം ബഹുസമ്പന്നനായി. ഇനി അതിന്റെ വേറൊരു വശം, ഈ തെക്കേ ദേശത്ത് വന്നെന്ന തെക്കേ ദേശം വേറൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ആത്മീക ഭാഷയിൽ പറഞ്ഞ പോരാട്ടമുള്ള സ്ഥലമാണ്. വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് തെക്കേ ദേശം. അതിനൊരു തെളിവ്, അക്സ വിവാഹം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ തൻ്റെ അപ്പനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അക്സ പിതാവിനോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ എനിക്കൊരു അനുഗ്രഹം തരണം. കാരണം നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആ യോശുവയുടെ പുസ്തകം 15-ാം അധ്യായത്തിലല്ലയോ ആ വിഷയം. അവൾ കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങിയാറെ കാലേബ് അവളോട് ചോദിച്ചത്. യോശുവയുടെ പുസ്തകം 15-ാം അധ്യായം. ആ വാക്യം കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് വായിച്ചേ. അവള് അതിന്റെ മുകളിലോട്ട് കയറി ഒന്ന് വായിച്ചു. അവൾ വന്നാറേ തന്റെ അപ്പനോടൊരു നിലം ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട് നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. എനിക്ക് ഒരു അനുഗ്രഹം തരണം. നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തെക്കേ ദേശത്ത് നിൽക്കണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ അപ്പന്റെ അനുഗ്രഹം വേണം. കാരണം വല്ലാത്തൊരു സ്ഥലമായി തെക്കേ ദേശം. വായിച്ചേ യെശയ്യാ പ്രവചനം 30-ാം അധ്യായത്തിന്റെ 4 ഒന്ന് വായിച്ചേ. യെശയ്യാ പ്രവചനം 30-ന്റെ 4. അവന്റെ പ്രഭുക്കന്മാർ സോവനിലായി. അവിടെ തെക്കേ ദേശത്തിലെ മൃഗങ്ങളെ കുറിച്ചുള്ള പ്രവാചകം. ഇവിടെ ഈ ഭാഗം ഒന്ന് വായിച്ചേ. തെക്കേ ദേശത്തിലെ മൃഗങ്ങളെ കുറിച്ചുള്ള പ്രവാചകം 6-ാം വാക്യം വന്നോ? വായിച്ചേ. സിംഹി. തെക്കേ ദേശത്തിലെ മൃഗങ്ങളെ കുറിച്ചുള്ള പ്രവാചകം. സിംഹി, കേസരി, അണലി, പറക്കുന്ന അഗ്നിസർപ്പം എന്നിവ വരുന്നതായി കഷ്ടവും ക്ലേശവുമുള്ള ദേശം. അതാണ് തെക്കേ ദേശം. സിംഹി, കേസരി, അണലി, പറക്കുന്ന അഗ്നിസർപ്പം എന്നിവ വരുന്നതായി കഷ്ടവും ക്ലേശവുമുള്ള ദേശം. സിംഹിയും കേസരിയും അത് സാത്താന്യ പോരാട്ടത്തെ കുറിക്കുന്നതാണ്. വേറെ പുസ്തകത്തിൽ 2 ടൈപ്പ് സിംഹത്തെയാണ് നമ്മൾ പഠിക്കുന്നത്. അത് നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു, സകലത്തെയും ജയിച്ചവൻ, സകലത്തിന് മേൽ അധികാരമുള്ളവൻ, രോഗത്തിന്റെ മേൽ, മരണത്തിന്റെ മേൽ, പ്രകൃതികളുടെ മേൽ, ചരാചരങ്ങളുടെ മേൽ, ഈ സകല അണ്ടകടാകത്തിന്മേൽ, സകല ചരാചരങ്ങളുടെ മേൽ അധികാരമുള്ള ഒരുവൻ നസറയനാകുന്ന യേശു ക്രിസ്തു. അല്ല, യഹൂദ ഗോത്രത്തിന് സിംഹമാകുന്ന യേശു ക്രിസ്തു. എന്നാൽ പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ. അപ്പൊ യെശയ്യാ പ്രവചനം 30-ന്റെ 6 മുതൽ പഠിക്കുമ്പോൾ സിംഹി, കേസരി, സ്തോത്രം, ഇങ്ങനെ സാത്താന്യ പോരാട്ടമുള്ള സ്ഥലമാണ്. അണലി, ഈ അണലി പല ടൈപ്പ് ഉണ്ട്. നിങ്ങൾക്കറിയാം, നാട്ടിലുള്ള നമുക്കറിയാം, പല ടൈപ്പാ. അതിൽ ഒരണലി, അതിൻ്റെ പേര് നിങ്ങൾക്കറിയാം. ഈ അണലിയുടെ ഒരു പ്രകൃതി, കടിച്ചാൽ ചാകത്തില്ല, പക്ഷെ ആണ്ടോടാണ്ട് കവിടെ പൊട്ടിക്കടി. അണലിയുടെ പേര് ചേനത്തണ്ടനോ? ചേനത്തണ്ടൻ. അത് കടിച്ചാൽ ചാകത്തില്ല എന്നാ പറയുന്നത്. പക്ഷേ കൃത്യം ആ വർഷമാകുമ്പോ അവിടം പൊട്ടിക്കളി എന്ന് പറഞ്ഞ പോലെ അണലിയുടെ ശക്തി. അർത്ഥം ഇത്രയേ ഉള്ളൂ. ചില വീട്ടിൽ, ചില സഭയിൽ ഓരോ വർഷവും പ്രശ്നം ഉണ്ടാകുമല്ലോ.
നമ്മൾ പറയല്ലേ, കഴിഞ്ഞ കൊല്ലം ആ സഭയിൽ അടിയായിരുന്നു. സൂക്ഷം ഇക്കൊല്ലു അണലിയുടെ ശക്തി അവിടെ ഉണ്ട്. ചില വീട്ടിൽ ആണ്ടോടാണ്ടൊക്കെ ഒരു വഴക്കുണ്ടാകും. ഒന്ന് വീട്ടിനകത്തില്ല അയലത്തുകാരുമായിട്ട്, ഇല്ല എന്തായാലും ഒരു പ്രശ്നം. അത് നിസ്സാരമായിട്ട് തള്ളിവിടരുത്. അതൊക്കെ സാത്താന്യ ശക്തികളാണ്. ദൈവമക്കൾ അതിനെ പ്രാർത്ഥിച്ച് ജയിക്കണം. ആണ്ടോടാണ്ടൊക്കെ രോഗമിട്ട് നിന്നെ അലട്ടും. ആണ്ടോടാണ്ടൊക്കെ ഓരോ പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ കടത്തിവിടും. ചിലപ്പോൾ ഓരോ മാസത്തിലായിരിക്കും, ഓരോ വർഷത്തിലായിരിക്കും. അങ്ങനെയുള്ള ദുഷ്ടവ്യാപാരങ്ങളുടെ മേൽ ദൈവമക്കൾ ജയമെടുക്കണം. ആ ജയമെടുക്കുന്നത് പ്രാർത്ഥനയാലും ഉപവാസത്താലുമാണ്. പ്രൈസ് ദി ലോർഡ്. മാനുഷിക നിലയിൽ ജയിക്കാനൊക്കത്തില്ല. കായബലം കൊണ്ടോ പൊളിറ്റിക്കൽ ബലം കൊണ്ടോ സാമുദായിക ബലം കൊണ്ടോ സാമ്പത്തിക ബലം കൊണ്ടോ ആർക്കും ജയിക്കാനൊക്കത്തില്ല. നമുക്ക് ആവശ്യം ആത്മശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ആത്മശക്തിയാൽ മാത്രമേ ഇതിനെ ജയിക്കാൻ പറ്റൂ. അപ്പോൾ സിംഹി, കേസരി, അണലി, പിന്നെ പറക്കുന്ന അഗ്നിസർപ്പം. അത് നമ്മൾ അങ്ങോട്ട് പ്രശ്നത്തിന് അല്ലണ്ട, പറന്നിഞ്ഞു വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മൾ ഇരിക്കുന്നിടത്തോട്ട് ഇഞ്ഞു വരും. ചെല്ലി പറഞ്ഞു, എൻ്റെ അമ്മാമ്മ ഞാൻ ഒരു പ്രശ്നത്തിന് പോകുന്നില്ല, എന്നാലും എന്നെ അത് പറക്കുന്ന അഗ്നിസർപ്പമാണ്. നമ്മളൊന്നും മിണ്ടണ്ട, ചുമ്മാ അങ്ങ് ചിലപ്പോൾ ചില സന്ദർഭത്തിൽ ചിലത് കേട്ടേ ഒക്കുള്ളൂ. കേട്ടിരിക്കും, ചിലപ്പോൾ ഒന്ന് മൂളി എന്ന് വരും. ആ ഒറ്റ മൂളി പിടിച്ച് പ്രശ്നം ഉണ്ടാക്കും. പറക്കുന്ന അഗ്നിസർപ്പം. ഇങ്ങനെ പ്രശ്ന കലുഷിതമായ സ്ഥലമാണ്. ഇതിന്റെ നടുവിൽ ദൈവമക്കൾ പ്രാർത്ഥിച്ചും ആരാധിച്ചും, ഇങ്ങനെയുള്ള ഈ പ്രാർത്ഥന വിടുതലിന്റെ പ്രാർത്ഥനയാകണം. ഓരോ മാസവും ഓരോ ആണ്ടും ഓരോ സമയങ്ങളിൽ നമ്മെ അലട്ടുന്ന ഇങ്ങനെയുള്ള വൈതരണികളുടെ മേൽ നമുക്ക് ജയമുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അതിനാ ഉപവാസവും പ്രാർത്ഥനയും ആരാധനയും. ആട്ടെ, നമ്മുടെ വിഷയത്തിൽ വരും. അബ്രഹാം തെക്കേ ദേശത്ത് വന്ന് കന്നുകാലി, വെള്ളി, പൊന്ന് എന്നീ സാറായോട് പറഞ്ഞ കാര്യമൊക്കെ നമുക്കറിയാം. ഭാഗം ഇപ്പോൾ എടുക്കുന്നില്ല, സാധാരണ ഞാൻ പറയാറുള്ളതാണ്. എന്തായാലും കൊള്ളാം, ധാരാളം സമ്പത്ത് മിസ്രൈമിൽ വെച്ച് ലഭിച്ചു. ഈ സമ്പത്തുമായിട്ട് അബ്രഹാം തെക്കേ ദേശത്ത് വന്നു. ദൈവമക്കൾ ഒരു കാര്യം ഓർക്കണം, ഈ സമ്പത്ത് കണ്ടമാനം വർദ്ധിക്കുന്നത് സമാധാനം വരികയല്ല, സമാധാനം കെടുക. എനിക്ക് നെഞ്ചിനകത്ത് നല്ലാസം ഉള്ളത് കൊണ്ട് ഇന്ന് വളരെ ശാന്തമായിട്ടായിരിക്കും സംസാരിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. സമ്പത്ത് വളരെ വർദ്ധിച്ചത് കൊണ്ട് ഒന്നിച്ച് പാർക്കാൻ പറ്റുന്നില്ല. വായിച്ചേ 13-ാം അധ്യായത്തിന്റെ മുകളിലൊന്ന് വായിച്ചേ, ഈ ഭാഗം ഒന്ന് വായിച്ചു, ഇവിടം വായിച്ചു. അവർ ഒന്നിച്ച് പാർക്കാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാൻ. അടുത്തത്, സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. ഉണ്ടോ? അപ്പൊ ഈ സമ്പത്ത് കണ്ടമാനം വർദ്ധിക്കുമ്പോൾ ഒന്നിച്ച് പാർക്കാൻ പറ്റുന്നില്ല. ന്യായമായിട്ട് നിങ്ങൾ ചിന്തിച്ചേ, ഈ ബുദ്ധിമുട്ടും ഞരക്കവും പ്രയാസമൊക്കെ ഉള്ള സന്ദർഭങ്ങളിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് പാർക്കുമായിരുന്നു. പഴയ കൂട്ടുകുടുംബം. ഇപ്പൊ അതൊന്നും പറഞ്ഞാൽ പ്രസക്തം എല്ലാവരും അംഗീകരിക്കത്തില്ല. അപ്പന്, അമ്മ, വല്യപ്പൻ, വല്യമ്മ, ഭാര്യ, ഭർത്താവ്, 4-5 പിള്ളേര്, അല്ലെ 5-8 പിള്ളേര്, ചിലപ്പോൾ അത്യാവശ്യം ബന്ധുക്കാരെല്ലാം കൂടെ ഒരു വീട്ടിൽ. അന്ന് ബുദ്ധിമുട്ടും ഞെരുക്കുമൊക്കെയാ. മിക്കപ്പോഴും കഞ്ഞിയായിരിക്കും വെക്കുന്നത്, ഒരു പുഴുക്കും മതി. അപ്പയും ചേനയും കാച്ചിലും എല്ലാം കൊണ്ട് മൊത്തം ഒരു പുഴുക്ക് കഞ്ഞി. അതെല്ലാവർക്കും വിളമ്പി കൊടുത്ത് വളരെ സന്തോഷം. പെന്തിക്കോസുകാരാനെ സന്ധ്യയാകുമ്പോൾ തമ്പൂർ ഒക്കെ അടിച്ച് പാട്ടും പാടി പ്രാർത്ഥിച്ച് ഈ കഞ്ഞിയും പുഴുക്കൂടെ കഴിക്കും. വളരെ സന്തോഷം. ആ ദുരിത കാലമെല്ലാം മാറി പിള്ളേരിപ്പോൾ അമേരിക്കയിലും ഗൾഫിലും ലണ്ടനിലും കാനഡയിലും പോയത് കുറ്റമാണെന്നല്ല, നല്ല കാര്യം. പേർഷ്യയിലുമൊക്കെ പോയി ഇപ്പം ഇഷ്ടം പോലെ ചുറ്റുപാടായി. പിള്ളേർക്ക് ഇപ്പം സമ്പത്തായി, ചുറ്റുപാടായില്ലേ. ഇപ്പം എല്ലാവർക്കും പ്രൈവസി വേണം. ഒന്നിച്ച് മാർക്കാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചേ, അനിയനൊരു വീട്, അനിയനും ഭാര്യ ഒരു കൊച്ചും.
ചേട്ടൻ ഇപ്പറേ ഒരു വീട്, ചേട്ടനും ഭാര്യയും 2 കൊച്ചു. അപ്പറേ മൂത്ത ചേട്ടന് ഭാര്യയും 1 കൊച്ചു. മിക്ക വീട്ടിലും 1-2 വകയാ. നടുവത്തെ ആളിന് അതിനപ്പുറം ഒരു വീട്. പഴയ തറവാട് പൊളിച്ചില്ല, അവിടെ അപ്പനും അമ്മയും. നേരത്തെ എങ്ങനെ ആയിരുന്നു? നിങ്ങൾ ഈ മനസ്സിലാകാതിരിക്കുകയാണോ അതോ മനസ്സിലായിട്ടും? സമ്പത്ത് വളരെ ആയിരുന്നത് കൊണ്ട് ഒന്നിച്ച് മനുഷ്യ പ്രകൃതിയാ. എല്ലാവർക്കും പ്രൈവസി. സ്തോത്രം. എല്ലാവർക്കും പ്രൈവസി. ഇവിടെ അത് തന്നെ സംഭവിച്ചത്. സമ്പത്ത് വളരെ ആയിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. കണ്ടോ? നിങ്ങൾ ചില വീടുകൾ ശ്രദ്ധിച്ച് അപ്പനും അമ്മയും ഉണ്ട്, അവർ സെപ്പറേറ്റ്. മോനും ഭാര്യയും കൊച്ചു ഈ പറയാം. എന്നാൽ ഈ 4 ഒന്നിച്ച് താമസിച്ചാ പോരെ? ന്യായമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചേ. നിങ്ങൾ എന്തെങ്കിലും ഒരു ന്യായം പറ അല്ലേ? അപ്പനും അമ്മയും ഒരു വീട്ടിൽ, തൊട്ടിപ്പറേ മോനും മരുമകളും 1 കൊച്ചും. എന്നാൽ പിന്നെ 5 പേർ കൂടെ ഒരു വീട്ടിൽ താമസിക്കുന്നത്. അപ്പനും അമ്മയും താമസിക്കുന്നിടത്ത് 5 ബെഡ്റൂം, മോനും മരുമകളും താമസിക്കുന്നിടത്ത് 4 ബെഡ്റൂം. അപ്പം മൊത്തം 5 4 9 ബെഡ്റൂം 5 പേർക്ക്. പിന്നെ നിങ്ങൾ മനസ്സിലാകാതിരിക്കുകയാണോ? സ്തോത്രം. ആട്ടെ, ഈ കുറ്റം പറയല്ല, തെറ്റിദ്ധരിക്കരുത്. അമേരിക്കയിലൊക്കെ മിക്ക വീടുകളിലും അങ്ങനെ. അവിടുത്തെ കൾച്ചർ ആരാന്നാ പറയുന്നത്. ഞാൻ ഇനിയിപ്പോൾ അതിനെതിരൊന്നും പറയുന്നില്ല. എന്തായാലും സമ്പത്ത് വർദ്ധിച്ചത് കൊണ്ട് ഒന്നിച്ച് പാർക്കാൻ പറ്റുന്നില്ല. അടുത്ത വാക്യം. അബ്രാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. സമ്പത്ത് കൂടിയത് കൊണ്ടാ പിണക്കം. സമ്പത്ത് കൂടിയത് കൊണ്ട്. അപ്പൊ സമ്പത്ത് കൂടിയാൽ ഒന്നിച്ച് പാർക്കാൻ ഒക്കുന്നില്ല, പിന്നെ പിണക്കം. ചേട്ടൻ 2 നില വെച്ചു. ഉടനെ അനിയനും ഭാര്യയ്ക്കും ചിലയിടങ്ങളിൽ അനിയത്തി പറയാം, അവർ 2 നില വെച്ചു, നിങ്ങൾ ഇങ്ങനെ നടക്കുക, നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ല. എനിക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ എൻ്റെ നെഞ്ചങ്ങ്. എല്ലാവരുടെയും കാര്യമല്ലേ പറഞ്ഞത്. ഒന്നെങ്കിൽ നിങ്ങൾ 2 നില വെക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടം വിട്ടേച്ച്. ഈ ഞങ്ങളുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, കൂനറിഞ്ഞ് നവർന്നാ പോരെ. പിണക്കം. ദൈവമക്കൾ പിണങ്ങരുത്. കയ്പിന്റെ വേര് പോലും മുളയ്ക്കരുത്. അതാ പ്രമ. 1 നാഴിക നടക്കാൻ നിർബന്ധിച്ച 2 നാഴിക നടക്കണം. നമ്മളൊക്കെ തന്ന പ്രമാണം അതാ. ശത്രുവിന് വിശക്കുന്നെങ്കിൽ തിന്മാൻ കൊടുക്കണം. പിണങ്ങരുത് ആരോടും. ചിലപ്പോ നിങ്ങളിപ്പോ പറയാം, പക്ഷേ എനിക്ക് ആരോടും പിണങ്ങില്ല, പക്ഷെ ഞാൻ അങ്ങോട്ട് മിണ്ടാൻ ചെന്നാലും എന്നോട് ആരോടും പിണങ്ങരുത്. സകല മനുഷ്യനോടും നന്നായിട്ട് പറ. സ്നേഹമൊന്നും അങ്ങനൊന്നും അല്ല. സകല മനുഷ്യനോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കണം. സകല മനുഷ്യനോടും. അപ്പൊ അതിനകത്ത് എല്ലാവരും വരികയല്ലേ. അമ്മായിയമ്മയോട് പിണങ്ങരുത്. എൻ്റെ കൊക്കിന് ജീവനുണ്ട തള്ള ഞാൻ ഈ വീട്ടിൽ, അയ്യോ അങ്ങനെ പറയരുത്. അത് പറഞ്ഞു വെച്ച് കോളിനകത്ത് വരുന്ന പിടപിടപിടാന്നങ്ങ് മറുഭാഷ പറയുക. പാടില്ല. ഞങ്ങളുടെ അച്ചായൻ്റെ പെങ്ങള് ഈ വീട്ടിൽ ഞാൻ കയറ്റുകയല്ല. എന്നോട് ചെയ്തതും പറഞ്ഞതും ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ?
എന്നിട്ട് ഇവിടെ വന്ന് ഞാൻ ഉപവാസമാണ്, അവരോട് മിണ്ടായിരുന്നു വെച്ചോ. സകല മനുഷ്യനോട് വന്ന ചെല്ലി പറഞ്ഞ് കണ്ടിട്ടില്ലേ, ഞാൻ എല്ലാവരോടും മിണ്ട, പക്ഷെ ആ പുള്ളിയോട് ഞാൻ. അപ്പൊ ഈ വാക്യം തിരുത്തണമല്ലോ, അപ്പൊ ഈ വാക്യം തിരുത്തണ്ടേ? സകല മനുഷ്യരോടും പിണങ്ങരുത്. കഴിവിന്റെ പരമാവധി ഉടക്കൊണ്ടാക്കാനും നിൽക്കരുത്. ഒഴിഞ്ഞു മാറണം. ചില സന്ദർഭങ്ങളിൽ ഒഴിഞ്ഞു മാറണം. യേശുവിനെ പറ്റി വായിക്കുന്നത് കർത്താവോട് അങ്ങ് വാങ്ങിപ്പോയെന്ന്. ചില സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ അങ്ങ് വാങ്ങിപ്പോയത്. മണ്ടനാന്ന് പറയും, പേടിച്ചിട്ടാന്ന് പറയും, തോറ്റെന്ന് പറയും, അങ്ങനെ ഇരിക്കട്ടെ. നീ ചില സന്ദർഭങ്ങളിൽ നമ്മൾ തോക്കുന്ന നല്ലതാ. തോക്കുന്നുണ്ടോ? അത് കഴിഞ്ഞ് നമുക്കൊരു ജയം. പെരിസ്യരും അന്ന് ദേശത്ത്, കനാന്യരും പെരിസ്യരും ദേശത്ത് പാർക്കുമ്പോൾ അബ്രഹാമിന്റെ ആ ഇടയന്മാരും ലോത്തിന്റെ ഇടയന്മാരും കൂടെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കനാന്യരും പെരിസ്യരും പാർക്കുന്നതിനിടെ കിടന്ന യവമാര് തമ്മിൽ ജാതികൾ ഇതെല്ലാം കാണുക. സ്തോത്രം. കനാന്യരും പെരിസ്യരും പാർക്കുക. അതിനിടെ കിടന്ന അബ്രഹാം പാസ്റ്ററുടെ അസിസ്റ്റന്റുമാരും ലോത്ത് പാസ്റ്ററുടെ നമ്മൾ പെന്തിക്കോസുകാരായതുകൊണ്ട് അങ്ങനെ അങ്ങ് പറയാം. ജാതികള് കനാന്യരും പെരിസ്യരും പാർക്കുന്നതിനിടാ ചർച്ചക്കോടും IPC കൂടെ അടി. പാടില്ല. അടിച്ച നല്ല ഈ പറഞ്ഞത് പാടില്ല. സൗത്ത് സെന്ററും നോർത്ത് സെന്ററും കൂടെ പാടില്ല. അവരുടെ ഇടയിൽ തിരുനാമം ദുഷിക്കപ്പെടുക. അപ്പൊ അതിനെന്നാ പോംവഴി? പോംവഴി ഒറ്റ പോംവഴിയേ ഉള്ളൂ. ഒരാളങ്ങ് ക്ഷമിച്ചേക്കണം. ഒരാള് ക്ഷമിച്ചേക്കണം. ചിലപ്പോൾ നഷ്ടം വന്നെന്ന് വരട്ടെ. നഷ്ടം വന്നെന്ന് വരട്ടെ. എനിക്ക് നെഞ്ചിനകത്ത് നല്ല ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ വളരെ ശാന്തമായിട്ടായിരിക്കും എന്ന് സംസാരിക്കുന്നത്. പകൽ എനിക്ക് വലിയ കുഴപ്പമില്ല. ഈ സന്ധ്യ ആയപ്പോൾ എനിക്കൊരു വായുവിൻ്റെ ആയിരിക്കാം, നല്ല ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കുമ്പോൾ. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ചില സന്ദർഭങ്ങളിൽ നമ്മൾ തോക്കുന്ന നല്ലതാ. തോക്കുന്ന നല്ലതാ. ഒരു കാര്യം ദൈവമക്കൾ ഓർക്കണം, കനാന്യരും പെരിസ്യരുമൊക്കെ ദേശത്ത് പാർക്കുക. ഈ വഴക്കും ശണ്ടയുമെല്ലാം രൂക്ഷമാകുമ്പോൾ ആത്മീകനെ തിരിച്ചറിയുന്നത് എങ്ങനെ? അടുത്ത വാക്യം വായിക്കും. അതുകൊണ്ട് അബ്രാം ലോത്തിനോട്, എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ, നാം സഹോദരന്മാരല്ല. അയ്യോ, നമ്മളെല്ലാം പെന്തിക്കോസുകാരാ. IPCയോ ചർച്ചക്കോടോ അസംബ്ലീസ് കോഡോ ഷാരോനോ TPM അതെന്തേലും ആയിക്കോട്ടെ, പക്ഷെ നമ്മളല്ല പെന്തിക്കോസുകാരാ. ഞായറാഴ്ച ഈ പുസ്തകം എടുത്തോണ്ടാ നമ്മള് ഓടുന്നേ. പാടില്ല, വഴക്ക് പാടില്ല. നമുക്ക് തമ്മിൽ, നമ്മുടെ ഇടയന്മാര് തമ്മിൽ പിണക്കം ഉണ്ടാകരുത്. ആത്മീകൻ വെളിപ്പെടുന്ന കണ്ടോ? സ്തോത്രം. ഒന്നുകൂടെ ആ വാക്യം വായിച്ചേ ദൈവദാസി. അതുകൊണ്ട് അബ്രാം ലോത്തിനോട്, എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുത്. അയ്യോ, പിണക്കം എന്തേലും ഉണ്ടെന്ന് പറഞ്ഞു പരിഹരിക്കേ. നാം സഹോദരന്മാരാ. നമ്മൾ സഹോദരന്മാരാ.
സ്തോത്രം. നമ്മൾ സഹോദരന്മാരാ. ഇങ്ങനെയുള്ള രംഗങ്ങളിലാണ് നമ്മുടെ ആത്മീയം വെളിപ്പെടേണ്ടത്. നാം സഹോദരന്മാരാ. അടുത്ത വാക്യം, ദേശമെല്ലാം നിന്റെ മുൻപാകെ ഇല്ലയോ? ദേശമെല്ലാം നിന്റെ മുൻപാകെ ഇല്ലയോ? എന്നെ വിട്ടുപിരിഞ്ഞാലും പോയിക്കൊള്ളാം. ആത്മീയന്റെ ലക്ഷണം കണ്ടോ? ആത്മീയന്റെ ഇങ്ങനെയുള്ള രംഗങ്ങളിൽ ആത്മീയം വെളിപ്പെടുന്നത്. സ്തോത്രം. അബ്രഹാം ചെന്ന് പറഞ്ഞു, നമ്മൾ പിണക്കമൊന്നും ഉണ്ടാകരുത്, വഴക്കുണ്ടാക്കരുത്, നമ്മൾ സഹോദരന്മാരാ. സ്തോത്രം. നീ ഇടത്തോട്ടാണ്, ഞാൻ വലത്തോട്ട് പൊക്കോളാം. നമ്മൾ നേരെ തിരിച്ചാ. ചുണയുണ്ടെങ്കിൽ നീ വലത്തോട്ടൊന്ന് കാല് വെക്കാം, നിന്റെ കുതി ഞാൻ വിട്ടു. പിന്നെ നമുക്ക് ഓരോ ഡയലോഗാ. സ്തോത്രം. നീ ആണാണെങ്കിൽ എന്റെ തനിനിറം നീ, നിനക്ക് എന്നെ അറിയത്തില്ല ഞാൻ ആരാണെന്ന്. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ അതോ നീ എന്നെ പറ്റി ഒന്ന് അന്വേഷിക്കണം. ഞാൻ ഞൊടിച്ചാ മതി 318 അഭ്യാസി വരും. നിന്റെ പൊടി പോലും. അബ്രഹാം ഇതൊന്നും വേണ്ടിയില്ല. ആ എളിമ, വിധേയത്വം. നീ ഇടത്തോട്ടാണ്, ഞാൻ വലത്തോട്ട് പൊക്കോളാം. നീ വലത്തോട്ടാണ്, ഞാൻ. സ്തോത്രം. 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 അടുത്ത വാക്യമായിര്. അപ്പോൾ ലോത്ത് നോക്കി. അബ്രഹാം ഇത് പറഞ്ഞപ്പോൾ ലോത്ത് നോക്കി. യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. രണ്ട് പദമാ, നോക്കി കണ്ടു. അതൊരു നല്ല നോട്ടമല്ല. നല്ല നോട്ടവുമല്ല, നല്ല കാഴ്ചപ്പാടും അല്ല. നോക്കി കണ്ടു. ഞാനിങ്ങനെ പറയാനുണ്ട്, ഈ കണ്ണ്, ഈ നോട്ടം വല്യമ്മച്ചിയുടെ നോട്ടമാണ്. വായിച്ചേ, ഉൽപ്പത്തി 3:6 ഗ്രാൻഡ് മദറിന്റെ നോട്ടമാണ്. വായിക്കേ, 3:6 കണ്ടിവിടെ. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിച്ച നോട്ടം തന്നെ അവനും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ നോക്കുമ്പം അവന്റെ വല്യപ്പൻ ലൂക്കാച്ചായന്റെ സെയിം പാരമ്പര്യമേ. നല്ല പാരമ്പര്യമാണ്, നല്ലതാ. ഏതാ? വല്യപ്പച്ചൻ പ്രാർത്ഥിക്കുന്നവനാ, ആ കൊച്ചുമോനും പ്രാർത്ഥിക്കുന്നവനാ, അത് നല്ലതാ. വല്യപ്പച്ചൻ അഭിഷേകം പ്രാപിച്ച് നന്നായിട്ട് ആത്മാവിലാകും, ആ കൊച്ചനും അതുപോലെ തന്നെ, അത് നല്ലതാ. സ്തോത്രം. കൊച്ചനും അതുപോലെ തന്നെ, അത് നല്ലതാ. സ്തോത്രം. ആ വല്യമ്മച്ചി നല്ലതുപോലെ പ്രാർത്ഥിച്ച് ആരാധിക്കുന്ന ഒരു അമ്മയോ, കൊച്ചുമോളും അങ്ങനെ തന്നെ, അത് നല്ലതാ. ആ അമ്മച്ചി സഭയ്ക്ക് ഒരു അനുഗ്രഹമായിരുന്നു, ആ കൊച്ചുമോളും അങ്ങനെ തന്നെ. അങ്ങനെ പറയിപ്പിക്കരുത്. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന സ്ത്രീ കണ്ടു. അതാ ലോത്ത് നോക്കി, സ്ത്രീ കണ്ടു, തിന്നു. നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന സ്ത്രീ കണ്ടു. കണ്ടല്ലോ? അങ്ങനല്ലേ എഴുതിയേക്കുന്നേ? കണ്ടു. ഫലം പറിച്ച് തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. അടുത്ത പദം, ഉടനെ ഇരുവരുടെയും കണ്ണ്. അപ്പൊ ഇത് കഴിക്കുന്നതിന് മുന്നേ പൊട്ടക്കണ്ണനായിരുന്നു, പിന്നെ കണ്ണ് തുറന്നെന്ന് പറഞ്ഞു. പൊട്ടക്കണ്ണനല്ല, കണ്ടത് കൊണ്ടല്ലയോ ഇത് പറിച്ച് തിന്നത്. പക്ഷെ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ എഴുതിയിരിക്കുക, ഇരുവരുടെയും കണ്ണ് അത്
ഇങ്ങനെ അങ്ങ് ചിന്തിക്കുന്നതാ ഒരു വിധത്തിൽ ജഡത്തിന്റെ കണ്ണ്, ലൗകിക കണ്ണ്. ആത്മകണ്ണങ്ങ് അടഞ്ഞു. ലൗകികമായ കണ്ണ് ദൃക്ക് തുറന്നു. ഇതാ കൊച്ചുമോന് കിട്ടിയത്. അപ്പോൾ ലോത്ത് നോക്കി, യോർദാൻ അരികെയുള്ള സ്ഥലമെല്ലാം നീരോട്ടമുള്ളതെന്ന് കണ്ടു. ഇനി ആ വാക്യം. യഹോവ സോദോമിനെയും ഗോമോരയെയും നശിപ്പിച്ചതിന് മുൻപേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവർ വരെ മിസ്രയീം ദേശം പോലെയുമായിരുന്നു. അത്രയ്ക്ക് ഫലപുഷ്ടമായ സ്ഥലമാ ലോത്ത് തെരഞ്ഞെടുത്തത്. യഹോവയുടെ തോട്ടം പോലെയുള്ള സ്ഥലം ലോത്ത് തെരഞ്ഞെടുത്തു. യഹോവയുടെ തോട്ടത്തെ പറ്റി സൈമൺ സാറ് വേദവികാരത്തിന്റെ പ്രാരംഭ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്കതൊക്കെ ഇഷ്ടമായി. ഇന്നിപ്പം നെഞ്ചിനകത്തൊരു പ്രയാസം ഉള്ളത് കൊണ്ട് ശ്വാസം പിടിച്ചു എല്ലാം ബുദ്ധിമുട്ടാണ്. എന്നാലും കൊടുത്തിരിക്കുന്നതിനാ കേരവും ജംബീരവും ഈന്തലും കരിമ്പുള്ളി പേരകിന്നാകരംഗമാകന്തം മാതുളങ്കം ആമ്രങ്ങൾ ആമ്രാതകം ചെത്തിയും അത്തിവൃക്ഷം കമ്രമാം താത്രി താലം ജാലങ്ങൾ പീലുക്കളും പീലുകാപ്പി ഗന്ധപുഷ്പങ്ങളേക്കും ചമ്പുകം ബഹളവും ഗന്ധമോക്ഷവും മോക്ഷദ്രുമവും സപ്തച്ചതം 7 പാല സപ്തം 7 ക്ഷതം പാല 7 പാല ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബെറി നെല്ലിക്ക. ആട്ടെ, അത്രയും ഇപ്പൊ കേട്ടാ മതി. ഇത് ഇത്രയും കേട്ടിട്ടും വലിയ പ്രതികരണമൊന്നുമില്ല. പിന്നെ ബാക്കി ഞാൻ ശ്വാസം പിടിച്ച് പാടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. അത് തന്നെ കൂടിപ്പോയെന്നാ എനിക്കിപ്പം. അപ്പൊ അത്രയ്ക്ക് ഫലപുഷ്ടമായ സ്ഥലമായിരുന്നു ഈ തോട്ടം. നല്ല തോട്ടം, ശ്രീവിളങ്ങുന്ന തോട്ടം. നന്ദനം, ചൈത്രരഥം, ഇത്യാദി പുരാണങ്ങൾ അങ്ങനെ സാറ് കൊടുത്തേക്കുന്നത്. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇങ്ങനെയുള്ള സുന്ദര സുരഭിലമായ തോട്ടം, ആ തോട്ടം പോലായിരുന്നു ലോത്ത് തെരഞ്ഞെടുത്ത ഈ സ്ഥലം. കണ്ടോ, ലൗകിക കണ്ണ് വിഷയമാ പുള്ളിയുടെ ഉന്നം. വീട് പണിയാൻ കൊള്ളാവുന്ന സ്ഥലം, ബിസിനസ് നടത്താൻ കൊള്ളാവുന്ന സ്ഥലം, ആൾക്കാർക്ക് വരാനും പോകാനും കൊള്ളുന്ന സ്ഥലം. ഒരു ഫംഗ്ഷൻ ഉണ്ടായാൽ, ഫംഗ്ഷൻ കാത്തിരിപ്പ് യോഗമൊന്നുമല്ല, കൺവെൻഷൻ ഒന്നുമല്ല, കല്യാണം, അടിയന്തിരം, വിരുന്ന്, പിന്നെന്താ ഇംഗ്ലീഷിലാണ്ട് പറയൂല, ഗെറ്റ് ടുഗദറും. അമ്മാമ്മ ഫ്ലോറിഡയിൽ നിന്ന് വന്നല്ലേ, അപ്പൊ അമ്മാമ്മ ഇംഗ്ലീഷ് പറയാം. അമ്മാമ്മയെ കൊണ്ട് പറയിപ്പിക്കാനും കൂടെ. സ്തോത്രം. അതിനെല്ലാം പറ്റിയ സ്ഥലമാ ലൗകിക കണ്ണ്. ആ മോന്റെയോ മോടെയോ വിവാഹം നടക്കുകയാണ്, ആൾക്കാർക്ക് വരാനും പോകാനും. നൈറ്റില് നമ്മളിപ്പോ ഒരു ചെറിയ പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും അത് ഉണ്ടല്ലോ ഇപ്പൊ അങ്ങനെ. കാരണം വരുന്നവർക്കെല്ലാം ഇച്ചിരി അജീർണത നന്നായിട്ട്. സ്തോത്രം. അപ്പൊ അതിനെല്ലാം ദൈവമക്കൾ, ഇപ്പോഴത്തെ കാലം അനുസരിച്ച് ദൈവമക്കൾ വന്നാൽ വണ്ടി പാർക്ക് ചെയ്യാനും, സ്തോത്രം, വലിയ ബന്ധപ്പാടില്ലാതെ കൂട്ടായ്മയ്ക്ക് വരാൻ സൗകര്യം. ഇതൊക്കെ ആത്മീയര് നോക്കുന്നത്. ഞങ്ങളെ ഉപദേശിമാരാണ് എവിടെയെങ്കിലും ചെന്ന് ആദ്യം കൺവെൻഷൻ നടത്താൻ പറ്റിയ സ്ഥലമാണോ എന്നാ. അതാ ഇപ്പൊ ഒരു വീട്ടിൽ തന്നെയാണെന്നല്ലോ നമ്മൾ കയറി, യോഗം നടത്താൻ പറ്റിയ ഹാളാന്നല്ലോ. 10-55 പേർക്ക് സുഖമായിട്ട്. അനാൽമീൻ ചെന്ന വെള്ളം അടിക്കാൻ പറ്റിയ സ്ഥലമാണോ? സ്തോത്രം. ഒരു ആത്മീയന്റെ ചിന്ത മുഴുവൻ ആരാധന, പ്രാർത്ഥന, കൂട്ടായ്മ, അതിന് പറ്റിയ സ്ഥലമാണ്. സ്തോത്രം, സ്തോത്രം. അപ്പൊ ലോത്ത് നോക്കി, ഈ യോർദാനിലേക്കുള്ള സ്ഥലമെല്ലാം നീരോട്ടമുള്ളതെന്ന് കണ്ടു, അതങ്ങ് തെരഞ്ഞെടുത്തു. അടുത്ത വാക്യം വായിച്ചേ. ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. ഞാൻ എപ്പോഴും പ്രസംഗിക്കും പറയും, പുള്ളി എങ്ങോട്ടാ പോയത്? കിഴക്കോട്ട്. ഈ ഗുണം വരാത്തവനെല്ലാം പോകുന്നത് എങ്ങോട്ടാ? ഇങ്ങോട്ട് നോക്കാം. ഗുണം പിടിക്കാത്തവനെല്ലാം പോകുന്നത് കിഴക്കോട്ട്.
എന്റെ ഭാഷയാ, പരുവക്കേടുകാർ മുഴുവൻ പോകുന്നത്. ഒരു വാക്യം മാമ വായിച്ചേ. അവനെ വകവരുത്തി. വ്യവസ്ഥ പ്രകാരം യാഗം കഴിച്ച ഹാബേലിനെ തട്ടി. സ്തോത്രം, സ്തോത്രം. ഇന്നും ഹാബേലിന്റെ രക്തം നിലവിളിക്കുക. പുസ്തകം പഠിപ്പിക്കുന്ന ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. അപ്പൊ ആദ്യം ദൈവം ഹാബേലിൽ പ്രസാദിച്ചു. പ്രസാദിച്ചവനെ കയ്യൻ കൊന്നു. ദൈവം പ്രസാദിച്ചവനെ, ദൈവപ്രസാദമുള്ളവനെ, ദൈവം ആമേൻ അനുഗ്രഹിച്ചവനെ, ദൈവം മാനിച്ചവനെ, ദൈവത്താൽ ആമേൻ അനുഗ്രഹിക്കപ്പെട്ടവനെ കയ്യൻ കൊന്നു. ഇന്നും അതല്ലേ നടക്കുന്നേ? ഇന്ന് കത്തികൊണ്ട് കൊല്ലുന്നില്ലെന്നേ ഉള്ളു. എന്തേലും ഒന്ന് പരമാർത്ഥ മനസ്സോട് ദൈവത്തെ ആരാധിച്ച ഹാബേലിനെ കയ്യൻ കൊന്നു. കൊന്നേച്ചുവൻ നേരെ എങ്ങോട്ടാ പോയത്? അതാ ഞാൻ പറഞ്ഞ ഗുണം പിടിക്കാത്തവനെല്ലാം കൂടെ കിഴക്കോട്ട്. എന്നാരാ നമ്മൾ ചില പരസ്യങ്ങളില് കിഴക്കിന്റെ ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചാ മതി. കിഴക്കിന്റെ ചുമ്മാ ഇരിക്കല്ലേ, പൂരിപ്പിക്കുക. ചില നോട്ടീസിലൊക്കെ കണ്ടില്ല, കിഴക്കിന്റെ നിതാന്ത വന്ധ്യ ദിവ്യ കിഴക്കിന്റെ ഗുണം പിടിക്കാത്തവനെല്ലാം പോയത്. സ്തോത്രം. നേരെ കിഴക്കോട്ടാ പോയത്. ഇനി ഓരോരുത്തരും കൊണ്ട് ഞാൻ തെളിയിക്കാം. ഇനിയും കിഴക്കോട്ട് പോയോ പിന്നെ ഇവന്മാർ ഇഷ്ടം പോലെ ഉണ്ടെന്ന്. അമ്മാമത് ഈ വാക്യം വായിച്ച് വായിക്കും താളൊക്കെ എന്നാത്തിന് ഇവിടുന്ന് വായിക്കേ. ഞാൻ പറഞ്ഞിടം വായിക്കും. 1-ാം വാക്യം മുതൽ വായിക്കും. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു. ശിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ കുടിയിരുന്നു. അവർ തമ്മിൽ വരുവീൻ. ഇത് നിമ്രോദിന്റെ നേതൃത്വത്തിൽ എങ്ങോട്ട് പോയി? കിഴക്കോട്ട്. നേരെ കിഴക്കോട്ട്. എന്തിനു പോയതാ? കാത്തിരിപ്പ് യോഗത്തിനാണോ? അല്ല, ബാബേൽ ഗോപുരം പണിയാൻ. ദൈവത്തിന് എതിരായി, ദൈവപ്രവൃത്തിക്കെതിരായി, ദൈവത്തിന്റെ പ്ലാനിന് വിരുദ്ധമായി. കാരണം അവരുടെ ചിന്ത നോഹയുടെ കാലത്ത് വെള്ളം പൊങ്ങി, ഇനി അഥവാ ഒരു വെള്ളം പൊങ്ങിയാൽ എല്ലാരും ഒന്നും തീരരുത്, ഒരു ഗോപുരം പണിയണം. അത് നിമ്രോദിന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ നായാട്ട് വീരൻ. അപ്പൊ അവന്റെ നേതൃത്വത്തിൽ പോയത് എങ്ങോട്ടാ? നേരെ കിഴക്കോട്ട്. കയ്യൻ പോയതും കിഴക്കോട്ട്, നിമ്രോദ് പോയതും കിഴക്കോട്ട്, മിസ്റ്റർ ലോത്ത് പോയതും കിഴക്കോട്ട്. ഇനിയും തെളിവ് വേണോ? ഇത്രയും പോരെ? വേണോ? ഇനിയും തരാം. സ്തോത്രം. പരുവക്കേടുകാരെല്ലാം പോയത് കിഴക്കോട്ട. അങ്ങനെ ലോത്ത് കിഴക്കോട്ട്. വായിച്ച ആ വാക്യം വായിച്ച. അങ്ങനെ ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തെരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. പുള്ളി കിഴക്കോട്ട് പോയിക്കൊണ്ടിരിക്കുക. അടുത്തത് അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രഹാമും ലോത്തും തമ്മിൽ പിരിഞ്ഞു. അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു. അതാ അബ്രഹാം നേരെ കനാൻ ദേശത്ത് പാർത്തു. പിന്നെ ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു. അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു. ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു. സോദം. എന്റെ ഭാഷയെ പറഞ്ഞാൽ ഞാനിങ്ങനെ പറയാം, അബ്രഹാം ലോത്തും രണ്ടുപേരും പാർത്തു. ലോത്ത് ടൗണേറിയ, എന്റെ ഭാഷയാ കേട്ടോ, ഇപ്പം ബിബ്ലിക്കലായിട്ടൊന്നും ശരിയെന്ന് വരികയല്ല, പാർത്തു. അബ്രഹാം അല്ലല്ല
മലേറിയായി പാർത്തു. അസുഖമല്ല, മലേറിയ, ഹില്ലേരിയ. അമ്മാമ്മ ഇംഗ്ലീഷ് പറഞ്ഞു, ഞാൻ മലയാളം പറയാം. ഹില്ലേരിയ ആയിക്കോട്ടെ, സ്തോത്രം. പക്ഷെ അവർക്ക് പേർത്ത സ്ഥലം കനാന. എന്തുവാ കനാന്റെ പ്രത്യേകത? വായിച്ച് ആവർത്തന 8:7 വായിക്കും. ഇത് മറയ്ക്കാതെ കണ്ട് ആവർത്തന 8:7 കനാന്റെ പ്രത്യേകത. ചടികടാന്ന് വായിക്കണം. ആവർത്തന 8:7. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. താഴ്വരയ്ക്കും മലയ്ക്കും പുറപ്പെടുന്ന നീരെടുക്കളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം, കോതമ്പ് യവവും മുന്തിരി അത്തിയും മാതളമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലയ്ക്കുന്ന താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. കയ്യും കെട്ടി വായും പൂട്ടിയിരിക്കാനല്ല, സ്തോത്രം ചെയ്യണം. ഇത് കനാനെ പറ്റിയാ പറഞ്ഞേക്കുന്നത്. കനാൻ നല്ലൊരു ദേശം, കനാൻ. വേറൊരു ഭാഗത്തുണ്ട് പാലും തേനും ഒഴുകുന്ന ദേശം, പാലും തേനും. ഞാൻ കഴിഞ്ഞ ദിവസം സഭയെ പ്രസംഗിച്ചപ്പം പറഞ്ഞ ആ ഭാഗം, പാലും തേനും എന്ന് പറഞ്ഞ ഇങ്ങനെ റോഡിൽ കൂടെ എല്ലാം തേൻ ഒഴുകുകയും പാലൊഴുകുകയും ചെയ്യുന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനൊന്നും നടക്കുന്ന കേസല്ല. ചെല്ലു ധരിച്ചേക്കുന്ന കനാലോട്ട് കയറുമ്പോൾ ഇങ്ങനെ റോഡ് മുഴുവൻ പാലും തേനും. തെന്നി വീഴുകയല്ലേ? തെന്നി വീഴുന്നിടത്ത് അന്ന ദൈവം കൊണ്ടുപോകുന്നേ. ഈ റോഡിൽ കൂടെ എല്ലാം തേനും പാലും ഒഴുകുന്നതല്ല, ദേശത്തിന്റെ പുഷ്ടി. വേറെ പഠിതാക്കൾ പറയുന്നത് നല്ല പുല്ലും പുഷ്പവുമുള്ള ദേശം. അതാ പുല്ല് ധാരാളം ഉള്ളത് കൊണ്ടാ കന്നാലിക്ക്, അതുകൊണ്ടാ പാലിഷ്ടം പോലെ. പുല്ല് എമ്പടി ഉള്ളത് കൊണ്ട് കന്നാലിക്ക് യഥേഷ്ടം കഴിക്കാം. കന്നാലി യഥേഷ്ടം കഴിച്ചാൽ പാലിഷ്ടം പോലെ. പുഷ്പം, പുല്ലും പുഷ്പം ഉള്ളത് കൊണ്ടാ തേൻ. പുഷ്പത്തിനകത്ത് നിന്നില്ലയോ തേൻ? അതാ പുല്ലും പുഷ്പവും ഉള്ള നല്ല ദേശത്തിന്റെ സമൃദ്ധി. ലോകത്ത് പാർക്കുന്ന സ്ഥലത്ത് പുല്ലും പുഷ്പവും വല്ലതും ഉണ്ടോ? മുഴുവൻ ഫ്ലാറ്റാ. ഒടുവിൽ താണ്ട ഫ്ലാറ്റ്, ഒടുവിൽ സംഭവിച്ചത്. ഒടുവിൽ സംഭവിച്ച ഗതികേടൊന്നും പറയാനൊക്കത്തില്ല. അപ്പനും 2 പെൺപിള്ളേരും കൂടെ ഓടി. തള്ള പുറകോട്ട് നോക്കി. അവിടെ നിൽക്കുന്നെന്ന് പോയിച്ചു വന്നവർ പറയുന്നു, എനിക്ക് അറിയത്തില്ല, ഞാൻ കണ്ടില്ല, തള്ള തന്നെയാണോ ഇനി വേറെ വലിയൊരുവാണ്, എനിക്കറിയത്തില്ല. അറിയാത്ത കാര്യത്തെപ്പറ്റി ഞാനിപ്പോൾ സമർത്ഥിക്കുന്നില്ല. പിന്നെ പോയിച്ചു വന്നവർ പറയുന്നു പുള്ളിക്കാരി തന്നെയാണ്. അമ്മാമ്മ പോയോ? ആ തള്ളെ കണ്ടോ? അതിനെ ആ ഏരിയയിലോട്ട് പോയില്ലേ? അവര് തന്നെയാണോ നമുക്ക് തീർത്ത് പറയാം ഒക്കത്തില്ല. എനിക്ക് ഒന്ന് പോണമെന്നുണ്ട്. ദൈവത്തിന് മഹത്വം.